മുട്ടക്കറിയൊന്നും ഒരേ രീതിയിൽ തന്നെ തയ്യാറാക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല. കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഓംലേറ്റെല്ലാം തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഏകദേശം മീൻകറിയുടെ എല്ലാ ഒരു ടേസ്റ്റാണ് ഈ കറിക്കുള്ളത്. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിലേക്ക് വേണ്ടി 2 വലിയ പീസ് കുടപ്പുളി എടുത്തിട്ട് 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള, ഒരു മീഡിയം സൈസ് തക്കാളി, 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ആദ്യം കറി വെക്കുന്ന പാത്രം എടുത്തിട്ട് അതിലേക്ക് കുടപ്പുളി ചേർക്കാം. നമ്മുടെ സവാളയിൽ നിന്നും തക്കാളിയിൽ നിന്നും ഒരു ഭാഗം മാറ്റി വെക്കാം. എന്നിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. അത് നമുക്ക് മുട്ട പൊരിച്ചെടുക്കുമ്പോൾ ചേർക്കാനുള്ളതാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർക്കുക. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. ഒരു 1/4 കപ്പ് തേങ്ങയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ തന്നെ മതിയാകും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇവയെല്ലാം ഒട്ടും തരിയില്ലാതെ നന്നായി അരച്ചെടുക്കാം. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാനിലേക്ക് ഇത് ചേർക്കാം. ഇനി അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കറി ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അടച്ചു വെക്കാതെ തുറന്നു വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഓംലേറ്റ് തയ്യാറാക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവോളയും തക്കാളിയും കട്ട് ചെയ്തതിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ചേർക്കാം. 2 മുട്ട പൊട്ടിച്ചേർക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കറിയും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കറി പെട്ടെന്ന് തന്നെ വറ്റിപ്പോകും. ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ മുട്ട മിക്സ് ചെയ്ത് ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേണം മുട്ട കുക്ക് ചെയ്തെടുക്കാൻ. കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് തന്നെ കുക്കായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഒരു സൈഡ് ഇപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത്രയും വലിയ പീസായി തന്നെ കട്ട് ചെയ്തെടുക്കണമെന്നില്ല. ഞാനിവിടെ ഇനി ഇത് ഓരോ പീസും ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പുറം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ 2 സൈഡും ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. കറി ഇപ്പോൾ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസസ് വെച്ച് കൊടുക്കുക. കറി ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഓരോ പീസും വെച്ച് കൊടുക്കുക. ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത്. എല്ലാ പീസസും ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. കറി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കരുത്, മുട്ടയെല്ലാം ആകെ പൊടിഞ്ഞു പോകും. കറി ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തും ചേർക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും വെള്ളപ്പത്തിൻ്റെയും പത്തിരിയുടെയും കൂടെ എല്ലാം നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് എല്ലാം മിസ്സാവാതെ തന്നെ കാണാൻ സാധിക്കും.